അപ്പോൾ അതേ ചങ്ങായിമാരെ, ക്രാഫ്റ്റി വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വത്തക്ക വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. വത്തക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, തണ്ണിമത്തൻ. അടിപൊളി ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് കുടിച്ചത്. പക്ഷേ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, 1 മില്യൺ വ്യൂസൊക്കെ കയറിയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പക്ഷേ എന്നെപ്പോലെ ഇത് ട്രൈ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ അത് സംഭവം സിമ്പിളാണ്. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ അവിടെ ഒരു വത്തക്ക എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതാണ്, മിക്സിയിലിട്ട് പൊടിച്ചതാണ്. പഞ്ചസാരയും ഏലക്കായും. പിന്നെ എനിക്ക് ആവശ്യമുള്ളൊരു പാത്രം, അതുപോലെ തന്നെ ഒരു സ്പൂണ്, ഒരു കത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ആഡ് ചെയ്യാനുള്ളത് പാലാണ്. നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് എല്ലാ സാധനങ്ങളും സെറ്റായി വരുമ്പോഴേക്ക് നമുക്ക് ആ പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പണി നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനൊരു വത്തക്ക കട്ട് ചെയ്യാണ്. കുറച്ച് വലിയ വത്തക്കാണ്. ഇത്ര നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കുറച്ച് വത്തക്ക മാത്രം മതി. നമുക്ക് എത്ര വെള്ളമാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വത്തക്ക മാത്രം മതി. പക്ഷെ ഞാൻ ഇവിടെ കുറച്ചധികം എടുത്തെന്ന് മാത്രം. ഇത് കളറില്ലാത്ത ഭാഗം ചെത്തി കളയാം. ആയി വാ, അടിപൊളി. അപ്പോൾ അതായത് നമ്മൾ കട്ട് ചെയ്ത വത്തക്കയുടെ ഒരു വലിയ പീസ് നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് ചെറിയ പീസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലിതാ ഇങ്ങനെ നിറയെ നമുക്ക് വര ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ മാറ്റിക്കാം. നിറയെ വര ഇട്ട് കൊടുക്കുക. എല്ലാ കണ്ണുകളും ഒട്ടുന്ന രൂപത്തിൽ. ഇനി നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്നും കൂടെ നമുക്ക് ചെറുതാക്കണമെങ്കിൽ നന്നായിട്ട് ചെറുതാക്കി കൊടുക്കാം. നമുക്ക് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ കുരു വലിയ ആളുകൾ കഴിക്കുകയാണെങ്കിൽ കുരു മാറ്റണമെന്നില്ല. ചെറിയ കുട്ടികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം കുരു മാറ്റിയിട്ടാൽ മതി. ഇതാണെങ്കിൽ കത്തിയോണ്ട് ഒന്നും കൂടെ നമുക്ക് ഇതിൻ്റെ വരട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഇതിലുള്ളത് ഒന്നും കൂടെ ചെറിയ നൈസായിട്ട് കത്തി ഉപയോഗിച്ചിട്ട് സൈഡ് പിടിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നാലേ നമുക്ക് ചെറിയ പീസുകളായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വലിയ പീസായി പോകും. ഏകദേശം നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ വത്തക്കയും 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കാൻ എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും എടുത്താൽ മതി. ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചുവന്ന കളറുണ്ട്. ഇത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നമുക്ക് പാത്രത്തിൽ തന്നെ, സാധാ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഈ ചെറിയ പീസാക്കി വെച്ച സാധനം ഞാൻ ഇതിലേക്ക് തന്നെ മാറ്റുകയാണ്. ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്നും കൂടെ ചെറുതായി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ അതുപോലെ ചെയ്ത് കൊടുക്കുക. ഇത് ഷുഗറും ഏലക്കായും പൊടിച്ചതാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. വത്തക്ക ഓൾറെഡി മധുരമുള്ള സാധനമാണ്. പിന്നെ നമ്മളിതിൽ പാലാണ് ചേർക്കുക. അപ്പോൾ അതിൽ നമ്മൾ മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ മധുരം അതിൻ്റെ അനുസരിച്ച് ഇട്ടാൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഷുഗർ നന്നായിട്ട് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ടുണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 4 ഏലക്കായാണ് ഇട്ടത്. ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഏലക്കായൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാലും കൂടെ ആഡ് ചെയ്തിട്ട് കറക്റ്റ് നോക്കിയാൽ മതി.
അയവ അടിപൊളി. സംഭവം അടിപൊളിയായിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കാം. പാലും വെള്ളം കൂടെ ഒന്ന് വത്തക്കയും കൂടെ ഒന്ന് മിക്സാക്കാം. ഞാൻ 2 പാക്ക് പാൽ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പാക്കറ്റ് ഒഴിച്ചപ്പോഴേക്ക് അത്യാവശ്യം നല്ല നമ്മുടെ വിചാരിച്ച അളവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മതിയാവും തോന്നുന്നുണ്ട്. ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം മാത്രമായി പോകും. റെഡിയല്ലേ ജോ? റെഡിയല്ലേ പൂവേ? ആ കറക്റ്റ് അടിപൊളി കിട്ടിയിട്ടുണ്ട്. ഇനി മധുരം നോക്കിയാൽ മതി. നമുക്ക് മധുരം കുറച്ച് കുറവുണ്ട്. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച സാധനമുണ്ട്. ഷുഗറും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചതുണ്ട്. നമുക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൊത്തം ഇടല്ലേ? അപ്പോൾ അതായത് നമ്മുടെ കിടിലൻ ഐറ്റം എന്താ റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇത് വേണമെങ്കിൽ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് ഒന്നും കൂടെ തണുപ്പിച്ചിട്ട് കുടിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കുക. കാരണം വത്തക്കയും പാലൊക്കെ ഫ്രിഡ്ജിൽ നിന്നെടുത്തതാണ്. അടിപൊളിയാണ്. എല്ലാവരും ഈ ഒരു സംഭവം ട്രൈ ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇത്തരം ഐറ്റങ്ങളാണ് വരിക. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, കൊറോണ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. മതിയോ? ഐറ്റം അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. എന്നിട്ട് ഓരോരോ ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി.